അക്രമ ആഹ്വാനവുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. നവകേരള സദസ്സിന് നേരെ ഇനിയും പ്രതിഷേധമുണ്ടാകുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. പ്രവർത്തകരെ തടഞ്ഞാൽ തിരിച്ചടിക്കുമെന്നും വി ഡി സതീശൻ. പ്രതിഷേധങ്ങൾ സർക്കാരിൻ്റെ സമീപനം അനുസരിച്ചാണ് പ്രതിഷേധം. ആളുകളെ കരുതൽ തടങ്കലിൽ അടക്കുകയും കരിങ്കൊടി പ്രതിഷേധം നടത്തുന്നവരെ ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്താൽ തിരിച്ചടി ഉണ്ടാവും, പ്രതിഷേധം ഉണ്ടാവും. ആളുകളെ അടിച്ചാൽ തിരിച്ചടിക്കും. പ്രതിപക്ഷ നേതാവ് നൽകിയിരിക്കുന്നത് നവകേരള സദസ്സിനെ എതിരെ ഇനിയും പ്രതിഷേധമുണ്ടാകുമെന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. പ്രവർത്തകരെ തടഞ്ഞാൽ തിരിച്ചടിക്കുമെന്നും ഭീഷണിയുടെ സ്വരത്തിൽ വി ഡി സതീശൻ പറഞ്ഞു. എന്താണ് വിശദാംശങ്ങൾ? ബിനു, CPI സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കാനം രാജേന്ദ്രന്റെ നിര്യാണത്തെ തുടർന്ന് മാറ്റിവെച്ച നവകേരള സദസ്സ് നാളെ നടക്കാനിരിക്കുകയാണ്. ഇത്തരത്തിലൊരു അക്രമാഹ്വാനവുമായി പ്രതിപക്ഷ നേതാവ് തന്നെ രംഗത്തെത്തിയിരിക്കുന്നത്. പ്രതിപക്ഷത്തിന്റെ നവകേരള സദസ്സിനെതിരെയുള്ള പ്രതിപക്ഷത്തിന്റെ മുഖം പ്രതിപക്ഷ നേതാവിന്റെ ഈ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. നാളെ കുന്നത്തുനാട്, തൃപ്പൂണിത്തുറ, തൃക്കാക്കര, ഒപ്പം തന്നെ പിറവം മണ്ഡലങ്ങളിലെ നവകേരള സദസ്സാണ് നടക്കാനിരിക്കുന്നത്. ഈ നവകേരള സദസ്സ് നാളെ നടക്കാനിരിക്കുമ്പോഴേക്കും ഇത്തരത്തിൽ പ്രതിഷേധങ്ങൾ അരങ്ങേറുമോ എന്നുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിനാണ് ഇത്തരത്തിൽ തിരിച്ചടിക്കുമെന്നുള്ളൊരു ആഹ്വാനവുമായി പ്രതിപക്ഷ നേതാവ് തന്നെ ഇപ്പോൾ തന്നെ രംഗത്ത് വന്നിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഒപ്പം തന്നെ നിലവിൽ നവകേരള സദസ്സിന്റെ പ്രതിപക്ഷത്തിന്റെ മുഖം തന്നെയാണ് ഇക്കാര്യത്തിൽ ഈ പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകളിലൂടെ വ്യക്തമാക്കുകയും ചെയ്തത്. കഴിഞ്ഞ മണ്ഡലങ്ങളിൽ എറണാകുളം ജില്ലയിൽ നിലവിൽ നവകേരള സദസ്സിന്റെ പ്രതിപക്ഷത്തിന്റെ മുഖം തന്നെയാണ് ഇക്കാര്യത്തിൽ ഈ പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകളിലൂടെ വ്യക്തമാക്കുകയും ചെയ്തത്. കഴിഞ്ഞ മണ്ഡലങ്ങളിൽ എറണാകുളം ജില്ലയിൽ കഴിഞ്ഞ ഡിസംബർ 8, 9, 10 തീയതികളിൽ നവകേരള സദസ്സ് നടന്ന വേളയിലെല്ലാം തന്നെ പ്രതിപക്ഷത്തിന്റെ ഈ ഒരു അക്രമാഹ്വാനവും ഒപ്പം തന്നെ ഓടക്കാലിയിലടക്കം മുഖ്യമന്ത്രി സഞ്ചരിച്ച വാഹനത്തിന് നേരെ ഷൂവേർ എറിഞ്ഞ സംഭവത്തിലെല്ലാം തന്നെ 4 കോൺഗ്രസ് പ്രവർത്തകരെ ഒപ്പം തന്നെ ഒരു മാധ്യമ പ്രവർത്തകർക്കും എതിരെ പോലീസ് കേസെടുത്തിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ വീണ്ടും മാറ്റിവെച്ച നവകേരള സദസ്സ് നാളെ നടക്കാനിരിക്കുകയാണ് ഇത്തരത്തിൽ ഒരു അക്രമാഹ്വാനവുമായി പ്രതിപക്ഷ നേതാവ് തന്നെ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. വിനു, ശ്യാമപ്രസാദ്, ഇത്തരത്തിൽ അക്രമ ആഹ്വാനത്തിന് നേതൃത്വം നൽകുന്നത് പ്രതിപക്ഷ നേതാവ് തന്നെയാണ്. കാരണം വളരെ പ്രത്യക്ഷമായി ഭീഷണിയുടെ സ്വരത്തിൽ വി ഡി സതീശൻ പറയുന്നു നവകേരള സദസ്സിന് നേരെ ഇനിയും പ്രതിഷേധമുണ്ടാകുമെന്ന്. ജനകീയ വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനെത്തുന്ന നവകേരള സദസ്സിൽ തന്നെ അക്രമം ഉണ്ടാകുമെന്നൊരു പ്രതിപക്ഷ നേതാവ് പറയുമ്പോൾ സ്വാഭാവികമായും അത് കേരളീയ പൊതുസമൂഹം ഏത് രീതിയിൽ എടുക്കുമെന്ന് നമുക്കറിയാം. പക്ഷേ ഇത് സംബന്ധിച്ച്, അതായത് ഇത്തരത്തിലൊരു ആഹ്വാനം വന്ന സ്ഥിതിക്ക് സുരക്ഷ സംബന്ധിച്ച്, അതോടൊപ്പം തന്നെ നാളത്തെ നവകേരള സദസ്സുമായുള്ള നടക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് സുരക്ഷാ ക്രമീകരണങ്ങൾ ഏത് തരത്തിലായിരിക്കും? ിന്റെ അക്രമാഹ്വാനം ഇതിനു മുൻപും ഉണ്ടായിട്ടുണ്ട്. തുടക്കത്തിൽ തന്നെ ബഹിഷ്കരണമായിരുന്നു. പിന്നീട് ആ ബഹിഷ്കരണം അക്രമ സ്വഭാവത്തിലേക്ക് നീങ്ങുന്നൊരു കാഴ്ചയായിരുന്നു. ഇതിനു മുൻപും ഈ ഒരു അക്രമാഹ്വാനം പ്രതിപക്ഷ നേതാവ് ഏറ്റെടുക്കുകയായിരുന്നു. അങ്ങനെയായിരുന്നു ഇത്തരത്തിൽ ഓടക്കാലിയിലടക്കം ഷൂവേറിലേക്ക് ഈ ഒരു അക്രമം എത്തിച്ചേരുന്നൊരു സാഹചര്യം ഉണ്ടായത്. അതിലായിരുന്നു 4 കോൺഗ്രസ് പ്രവർത്തകരും ഒപ്പം മാധ്യമ പ്രവർത്തകയും പ്രതി പട്ടികയിലേക്ക് എത്തിച്ചേരുന്നൊരു സാഹചര്യം ഉണ്ടായത്. ഇപ്പോൾ വീണ്ടും ഈ മാറ്റിവെച്ച നവകേരള സദസ്സ് 1, 2 തീയതികളിൽ ഈ എറണാകുളം ജില്ലയിൽ നടക്കാനിരിക്കുകയാണ്. വീണ്ടും ഒരു അക്രമാഹ്വാനവുമായി പ്രതിപക്ഷ നേതാവ് തന്നെ മുന്നിട്ടിറങ്ങിയിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. തിരിച്ചടിക്കും, ഈ വാഹനത്തിൽ പ്രവർത്തകരെ തടഞ്ഞാൽ തിരിച്ചടിക്കുമെന്ന് തന്നെയുള്ള ഒരു മുന്നറിയിപ്പ് തന്നെയാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് നൽകിയിരിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരിക്കുന്നത്. എന്തായാലും പ്രവർത്തകരെ ബഹിഷ്കരണത്തിനപ്പുറത്തേക്ക് ഈ ഒരു പ്രതിഷേധം അക്രമത്തിൻ്റെ ആഹ്വാനം നൽകിക്കൊണ്ടുള്ള ഒരു സമര രീതിയിലേക്കാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെ ഈ വാക്കുകൾ കൊണ്ടെത്തിയിരിക്കുന്നതും ഈ ഒരു പ്രതികരണത്തിലൂടെ വ്യക്തമാക്കുകയും ചെയ്യുന്നു. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ തൃക്കാക്കരയിലെ നവകേരള സദസ്സിലെ ഒരു ബോംബ് ഭീഷണി കൂടി നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കഴിഞ്ഞ ദിവസം അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിൻ്റെ ചേംബറിലേക്ക് ഒരു ഭീഷണി കത്തിലും കൂടി ലഭിച്ചിരുന്നൊരു സാഹചര്യവും ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവിൻ്റെ ഇത്തരത്തിലുള്ളൊരു അക്രമാഹ്വാനം കൂടിയെല്ലാം തന്നെ നിലവിൽ വിലയിരുത്തുകയാണെങ്കിൽ വലിയൊരു സുരക്ഷാ ക്രമീകരണങ്ങളായിരിക്കും മുഖ്യമന്ത്രിക്കും ഒപ്പം തന്നെ മന്ത്രിമാരടങ്ങുന്ന സംഘത്തിനും ഉണ്ടാകുക എന്ന് തന്നെയാണ്. ഇത് സംബന്ധിച്ചുള്ള ഉന്നത ഉദ്യോഗസ്ഥരുടെ കൂടിയാലോചനകളെല്ലാം തന്നെ ഇന്നലെ വൈകിട്ടോടുകൂടി നടക്കുകയും ചെയ്തിരുന്നു. എന്തായാലും പഴുതടച്ച സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം തന്നെ ഈ വേദിക്കൊപ്പം ഉണ്ടാകുകയും ചെയ്യും. ഒപ്പം തന്നെ പ്രധാനമായും കൂടുതൽ സുരക്ഷയ്ക്കായി കൂടുതൽ ഉദ്യോഗസ്ഥരെ വിന്യസിക്കാനുമാണ് ഇപ്പോൾ പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള തീരുമാനം. ബിനു.